ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഹജ്ജ് നമ്മളിലേക്ക് വന്നെടുക്കുകയാണ്. എല്ലാ വർഷവും എന്നതുപോലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ ഈമാൻ ജനിച്ച കുഞ്ഞിനെന്ന പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ജനിച്ച കുഞ്ഞിനെന്ന പോലെ പുതുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ ഒപ്പം ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും പലരുടെ പ്രാർത്ഥനകൾ വഹിച്ചുകൊണ്ടും യാത്രയാവുകയാണ്. പലരും അവിടെ എത്തിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹജ്ജ് അതിൻ്റെ ഒരു ആത്മീയത, ഹജ്ജിലൂടെ ഇസ്ലാം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് നമ്മളെ ഉണർത്തുന്നത്, ഹജ്ജ് നമ്മളിൽ എന്തൊക്കെ ആവേശമാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചെറിയ ഒരു പുനരാലോചനയാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹജ്ജ് എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ്. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ്. ഹജ്ജ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കരുതുക എന്നുള്ള ഭാഷാർത്ഥമാണ് അതിനുള്ളത്. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കഅബയെ ലക്ഷ്യം വെച്ചുള്ള യാത്രയും അവിടെ നമ്മൾ നടത്തുന്ന ആരാധനാ കർമ്മങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിന് രണ്ട് ചരിത്രങ്ങളാണുള്ളത്. ഒന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ പിന്തുടർച്ച ഉദ്ദേശിച്ചുകൊണ്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ സംഭവിച്ച കാലഘട്ടങ്ങളിലുണ്ടായ അനാചാരങ്ങളെയും ഹജ്ജുമായി ബന്ധപ്പെട്ടും ഉംറയുമായി ഒക്കെ ബന്ധപ്പെട്ടുമുണ്ടായ അനാചാരങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് പുതുക്കി നമ്മളെ പഠിപ്പിച്ചതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹജ്ജ്. ഈ രണ്ട് ചരിത്രമാണ് ഹജ്ജിനുള്ളത്. എന്തുകൊണ്ടാണ് നിരവധി പ്രവാചകന്മാർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ 1,00,000-ലധികം പ്രവാചകന്മാർ ഉണ്ടായിട്ടും പരിശുദ്ധ ഖുർആൻ 25-ലധികം പ്രവാചകന്മാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇത്രത്തോളം പ്രാധാന്യം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിൽ പോലും, സ്വകാര്യ ജീവിതത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും കടന്നു വരുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വലാത്തുകളിൽ, പ്രാർത്ഥനകളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത്? ആയിഷ റളിയല്ലാഹു അൻഹ പോലും പറയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നിനക്കെപ്പോഴാണ് എന്നോട് പിണക്കവും എന്നോട് ഇണക്കവും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അവർ, അതെങ്ങനെയാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ എന്നോട് ഇണങ്ങി നിൽക്കുന്ന, നല്ല സ്നേഹമുള്ള ഇണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ റബ്ബ് മുഹമ്മദിൻ്റെ റബ്ബ്, മുഹമ്മദിൻ്റെ അള്ളാഹ് എന്ന് വിളിച്ചുകൊണ്ട് നീ സത്യം ചെയ്യും. എന്നോടെന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമുള്ളപ്പോൾ ഇബ്രാഹീമിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നീ സത്യം ചെയ്യുക. ഞാനിത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിൽ പോലും, സ്വകാര്യ ജീവിതത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെലുത്തുന്ന സ്വാധീനം നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകന്, മരിച്ചുപോയ ഒരു മകന് കൊടുത്ത പേരും ഇബ്രാഹിം എന്ന് തന്നെയായിരുന്നു. ജനിച്ച നാട് മക്ക, അവിടെ കഅബയുടെ സാന്നിധ്യം, ആ കഅബയ്ക്കുള്ളിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും പേരിൽ വിഗ്രഹമുണ്ടായിരുന്ന സാഹചര്യം, അതിൻ്റെ കൂടെ തന്നെ ഈ രണ്ട് മഹാന്മാരുടെ പേരിൽ അന്ന് മുതൽ ഇന്ന് വരെയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയും ഹജ്ജ്, ഉംറ, പല രീതികളായ ആചാരങ്ങൾ ആ പേരിൽ നടന്നു വരുന്ന ഒരു ചരിത്രം. ഹജ്ജ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ സൂറ മാഇദ അവതരിക്കുന്നുണ്ട്. ആ ഒരു ഹുദൈബിയ സന്ധി അവസാനിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് മാഇദ പോലും ഉണ്ടാവുന്നത്.
ആ മായിദയിൽ, സൂറത്തുൽ മായിദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആയത്തുകളിൽ തന്നെ ചില നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശ്വാസികൾക്കും പഠിപ്പിക്കുന്നുണ്ട്. ജാഹിലികളായ ആൾക്കാർ ഹജ്ജ് ചെയ്യുമ്പോൾ അവരെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, അവരെ ഉപദ്രവിക്കരുത്. അവരുടെ മൃഗങ്ങളെ, അവരുടെ ചിഹ്നങ്ങളുടെ, അവരുടെ ആശയങ്ങളെ, അവരുടെ മാസത്തെ, അവരെയും നിങ്ങൾ ഒരു അനാദരവും ചെയ്യാൻ പാടുള്ളതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹജ്ജ് നിർബന്ധം, ഹിജ്രി 9 ആ ഭാഗത്താണ് ഹജ്ജ് നിർബന്ധമാവുന്നത്. അതിനു മുമ്പാണ് ഹുദൈബിയ സന്ധിയൊക്കെ സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യഥാർത്ഥ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ളവരുമാണ്, ബാക്കിയുള്ളവരൊക്കെ ജാഹിലുകളാണ്, കാഫിറുകളും കൂടിയുള്ളവരാണ്. കാഫിറുകൾ അടക്കം ഹജ്ജ് ചെയ്യുന്ന ഒരു പശ്ചാത്തലവും അന്നുണ്ടായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കാഫിറായി പ്രഖ്യാപിച്ച വിഭാഗം തന്നെയും സാഖി എന്നുള്ള പദപ്രയോഗം ഇന്ന് ഉറുദു, പേർഷ്യൻ ഭാഷയിലെ ഏറ്റവും പോപ്പുലറായ ഒരു പ്രയോഗം, കുടിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ പദം ജാഹിലികൾ, അറബികൾ, പ്രത്യേകിച്ച് ഖുറൈശികൾ സ്വന്തമായി അധികാരപൂർവ്വം പിടിച്ചു വെച്ചതാണ്. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത് വളരെ ആദരവുമുള്ള ഒരു കാര്യമായിട്ട് അന്നവർ കണ്ടിരുന്നു. വെള്ളം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്നാണ് അവർ അത് കണ്ടത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുക, നുബുവത്തിനെ തന്നെ തള്ളിക്കളയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തയ്യാറെടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധം ചെയ്തവരും കൂടെയാണ് ആ ഹജ്ജിനെയും ഈ പറയുന്ന മുഴുവൻ ചിഹ്നങ്ങളെയും ആദരിക്കുകയും അതിഗൗരവത്തോടെ പരിഗണിക്കുകയും ചെയ്തിരുന്നത്. ആ മനുഷ്യന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അവരുടെ ഈ ആചാരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് അവർ തുടങ്ങിയ എനിക്ക് വേണ്ടി എന്ന രീതിയിൽ അവർ ചെയ്യുന്ന ഈ ആചാരങ്ങളെ നിങ്ങൾക്കെതിരാണ് എന്ന് കരുതി അവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് സൂറത്തുൽ മാഇദയിലെ ആദ്യത്തെ ആയത്തുകൾ തന്നെ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ജാഹിലികളായ, കാഫിറുകളായ, മുശ്രിക്കുകളായ മനുഷ്യന്മാരോട് അവർ ചെയ്തിരുന്ന ഹജ്ജിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ മാഇദയിലെ ആദ്യത്തെ ആയത്തുകൾ. അത്രത്തോളം പ്രാധാന്യം അറേബ്യൻ സമൂഹത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനും ഉണ്ട്. അവർ പഠിപ്പിച്ച തത്വങ്ങൾക്കും ഏതൊക്കെ രീതിയിൽ അവർ തിരുത്തിയാലും മാറ്റം വരുത്തിയാലും ആ ഒരു ട്രഡീഷൻ എന്ന നിലയിൽ അവർ കൊണ്ടു നടന്നിരുന്നു. നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും, ജാഹിലികളായ ഖുറൈശികൾ മാത്രമാണ് നല്ല വെള്ള വസ്ത്രം ധരിക്കാൻ അവർ പറഞ്ഞിരുന്നത്. ഞങ്ങളാണ് ഏറ്റവും മുതിർന്നവർ, ഞങ്ങളാണ് ഹജ്ജ് കൈകാര്യം ചെയ്യുന്നവർ, അത് ഞങ്ങൾക്കാണ് അർഹത, നിങ്ങളൊന്നും ആ തരത്തിൽ ഡ്രസ്സൊന്നും ഇടണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഗോത്ര മഹാത്മ്യം ഭയങ്കരം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം കൂടിയായിരുന്നല്ലോ. ഖുറൈശികൾ അതുപോലെ ഞങ്ങളാണ് ഏറ്റവും മുതിർന്ന വിഭാഗം. സൂറ ഖുറൈശ് നമ്മൾ വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു സൂറത്താണ്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഖുറൈശ് ഇറക്കി? കാരണം അവിടെ കഅബയെ പരാമർശിക്കുന്നു എന്നതുകൊണ്ടാണ്. കഅബയുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അതുപോലെ തന്നെ ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുന്ന ഈ ബൈത്തിൻ്റെ റബ്ബ് എന്നാണല്ലോ, കഅബയെ പരാമർശിച്ചുകൊണ്ടാണ്. ആ സൂറത്ത് തന്നെ തുടങ്ങുന്ന ഖുറൈശികളുടെ ഇലാഫ് ഖുറൈശ്, ഖുറൈശികളുടെ ഇണക്കവും കച്ചവടത്തോടുള്ള ശൈത്യകാലത്തും വേനൽക്കാലത്തും കച്ചവടത്തോടുള്ള അവരെ ഇണക്കത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല റെസ്പെക്റ്റ് ചെയ്ത് പരിഗണിച്ചുകൊണ്ടാണ് ആ സൂറത്ത് തന്നെ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താണ്? നിങ്ങളുടെ തന്നെ പക്കലുള്ള, നിങ്ങളുടെ കയ്യിലുള്ള ഈ കഅബയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കഅബയെയും അതിൻ്റെ നാഥനായ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുറൈശികളുടെ മഹത്വത്തെ പരിഗണിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിന് മെയിൻ കാരണം എന്താ? അവരുടെ കയ്യിൽ കഅബയുള്ളത് കൊണ്ടാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ മാപ്പിളപ്പാട്ടുകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20ഓളം വാപ്പാമാരുടെ ഒരു നീണ്ട നിര. ആ നീണ്ട നിര എന്തുകൊണ്ടാണ് വളരെ പ്രധാനപൂർവ്വം അന്നും ഇന്നും അറബികൾ പരിഗണിക്കുന്നത്? ഈ നീണ്ട നിര എല്ലാവരും കഅബയെ പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തവരായിരുന്നതുകൊണ്ടായിരുന്നു. അതും ഖുറൈശി പ്രമുഖരായിരുന്നു, ഖുറൈശി ഗോത്രത്തലവന്മാരായിരുന്നു. നബിയുടെ കുടുംബക്കാർ അധികവും ഖുറൈശിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അബ്ദുൽ ഷംസും മനാഫും കിലാബും എല്ലാവരും ഖുറൈശികളായ അവർ കണ്ടത് തങ്ങളുടെ കയ്യിൽ കഅബയുള്ളതുകൊണ്ട് കച്ചവടം വലിപ്പമുള്ളതാക്കിയവരായിരുന്നു. കഅബയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് മാത്രം
മുഴുവൻ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിലും ഗോത്രമഹാത്മ്യം പറയാൻ കെൽപ്പുള്ളവരായിരുന്നു. കാബ ഉള്ളതുകൊണ്ട് മാത്രം അവർക്ക് യമനിലെയും അതുപോലെ തന്നെ ഗസാൻ രാജാവ്, പേർഷ്യൻ സാസാനി രാജവംശം, റോമൻ ഭാഗം, ഷാം ഭാഗത്തെ റോമൻ ഭാഗം, ഈജിപ്തിലെ അടക്കമുള്ള വിവിധ ഡൈനാസ്റ്റികളുമായും കാബയുടെ നേതൃത്വമാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കച്ചവട രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞവരായിരുന്നു. ഇതൊക്കെയും അറിയണമെങ്കിൽ നിങ്ങൾ സൂറ ഖുറൈഷിൻ്റെ ആ ഒരു ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാം കാബയാണ് അവർക്ക് നൽകിയത്. എന്തുകൊണ്ടാണ്? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് അവർക്ക് കിട്ടിയ പാരമ്പര്യമാണ്. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ഖുറൈഷ് എന്ന് പറയുന്നൊരു ഖുറൈഷ് ഒരു പേരിട്ട് അങ്ങനെ തന്നെയും അവരുടെ ഒരു ഗോത്രത്തിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് കാബയെ പറയുന്നു എന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. കാരണം അതെല്ലാം ഹജ്ജുമായും കാബയുമായും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായും കൂടി ബന്ധപ്പെട്ടതാണ്. അതുമാത്രമല്ല അറേബ്യൻ സമൂഹത്തിൻ്റെ വളർച്ച പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഖുർആൻ തന്നെ പറയുന്നത് കാണാം. അദ്ദേഹം ഹാജറ ബീബിയെയും മകനെയും കൊണ്ടുവരികയും അവിടെ താമസിപ്പിക്കുകയും എന്നിട്ട് സൂറ ബക്കറയിൽ തന്നെ 127 മുതലുള്ള ആയത്തുകളുള്ളത് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്ന തകർന്നു കിടന്നിരുന്ന എന്നൊരു പരാമർശമാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിൽ പറയുന്നുണ്ട്, വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത് വ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കൂടി ബൈത്തിൻ്റെ കാബയുടെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ കെട്ടി ഉയർത്തുന്ന സാഹചര്യം എന്നാണ്. റഫ എന്ന് വെച്ചാൽ ഉയർത്തി എന്നാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനെ പടുത്തുയർത്തി എന്നുള്ള ഒരർത്ഥമാണ് ഇതുകൊണ്ട് നൽകുന്നത്. കാരണം കാബയെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമാണ് അത് പണിഞ്ഞത് എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ കാണാം. മറ്റു ചില റിപ്പോർട്ടുകൾ മലക്കുകൾ തന്നെയാണ് പണിഞ്ഞത് എന്ന് പോലും ചില റിപ്പോർട്ടുകളുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അത് കാബയാണ് ആദ്യത്തെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ ഉണ്ടാക്കിയ ബൈത്ത് എന്ന രീതിയിലും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇവിടെ ആ തകർന്നു കിടന്ന ബൈത്തിനെ കെട്ടി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടി പ്രാർത്ഥനകൾ നടത്തുന്നത് നമുക്ക് കാണാം. അതിൽ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, ഇതൊക്കെ നമ്മുടെ നിരന്തര ദിനചര്യയിൽപ്പെടുന്ന പ്രാർത്ഥനകൾ കൂടിയാണ്. എന്ന് ആലോചിച്ച് നോക്കുക, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ ഒന്നായി മാറി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബയിലേക്കും ഈ മുഴുവൻ ചരിത്രം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന വീണ്ടും പറയുന്നത്, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന, പടച്ചവനെ എന്നെയും എൻ്റെ മകനെയും, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമാണ് ഉദ്ദേശിക്കുന്നത്, നിനക്ക് മുസ്ലിങ്ങളായി മാറ്റണമേ എന്ന് മാത്രമല്ല എൻ്റെ മക്കളിൽ നിന്ന് ഒരു മുസ്ലിമായ ഉമ്മത്തിനെയും നീ ഉണ്ടാക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെയും ഒരു തരത്തിൽ ആ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഹജ്ജ് സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ ഓർക്കേണ്ടതിൽ കൂടി. നമ്മൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്തുകൊണ്ടാണ് വന്നത്? ഇതുകൊണ്ടാണ് വന്നത്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ പ്രാർത്ഥനകൾ വരുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടിയിട്ടാണ്. പ്രാർത്ഥന അവിടെ അവസാനിക്കുന്നില്ല. വ അരിന മനാസിക്കന വത്തുബു അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അദ്ദേഹം എൻ്റെ എല്ലാ മനാസിക്കെന്ന് വെച്ചാൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ നീ പഠിപ്പിച്ചു തരണമേ, നീ അതിലെന്തെങ്കിലും ചെയ്ത് തെറ്റ് സംഭവിച്ചാൽ അത് നീ പുറത്തു തരണമേ, ഇന്നക അൻത തവ്വാബുർ റഹീം, റഹീമായ തവ്വാബാണല്ലോ നീ എന്ന് പറയുന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത പ്രാർത്ഥനയാണ് അതിനേക്കാളും ഗൗരവതരം. റബ്ബന വബഅസ് ഫീഹിം റസൂലം മിൻഹും, എൻ്റെ മക്കൾ പരമ്പരയിൽ നിന്ന് പടച്ചവനെ അവർക്കിടയിൽ നിന്നൊരു റസൂലിനെ നീ അയക്കണമേ, അവർക്കിടയിൽ നിന്ന് ഒരു റസൂലിനെ നീ അയക്കണമേ. യത്ലു അലൈഹിം ആയാത്തിക, നിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന റസൂൽ. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് നിൻ്റെ കിതാബും നിൻ്റെ ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂൽ. വയുസക്കീഹിം, അവർക്ക് തസ്കിയത്തും സ്വഭാവ സംസ്കരണവും നൽകുന്ന റസൂൽ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, കാരണം നീ തന്നെയാണല്ലോ ഹക്കീമായ അസീസ്, ഹിക്മത്തുള്ള ശക്തൻ നീ തന്നെയല്ലേ എന്ന്
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് അതിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ യർഗബ് അൻ മില്ലത ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെ വെറുക്കുന്നവൻ മന്ദബുദ്ധിയാണ്, പൊട്ടനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവന് ബുദ്ധിയില്ലാത്തവനാണ്. സഫിഹ നഫ്സ, സഫിഹ എന്ന് വെച്ചാൽ വിഡ്ഢി എന്നാണ് അർത്ഥം. ലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വ ഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം ഇബ്രാഹീമിനെ ഈ ദുനിയാവിലും പരലോകത്തിലും തിരഞ്ഞെടുത്തിട്ടുണ്ട്. വ ഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, അവൻ ആഖിറത്തിൽ ഏറ്റവും സൽക്കർമ്മം പ്രവർത്തിച്ചവരിൽപ്പെട്ടവനാണത്രേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രാർത്ഥനകളുണ്ടല്ലോ, ഇതല്ലാതെ വേറെയും സൂറത്തു സാഫാത്തിലും സൂറത്ത് ഇബ്രാഹീമിലുമെല്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകളെയും അദ്ദേഹം എന്താണ് ചെയ്തതെന്നുമെല്ലാം വിശദീകരിച്ച് തന്നെ പറയുന്നത് നമുക്ക് കാണാം. ഒരു പ്രവാചകൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോഡലായി സ്വീകരിച്ചതും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു മില്ലത്തിൻ്റെ മോഡൽ എന്താണ്, ഒരു സമൂഹത്തിൻ്റെ മോഡൽ എന്താണ്, അത് മില്ലത്ത് ഇബ്രാഹിമാണ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മോഡൽ 4000-5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകനെ 1500 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ മില്ലത്തിന് നമ്മൾ തുടരണമെന്നുള്ള പറയാൻ കാരണം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ നോക്കുക. അദ്ദേഹം ലോജിക്ക് നന്നായി ഉപയോഗിച്ചൊരു പ്രവാചകനാണ്. ഏതൊക്കെ നിമിഷങ്ങളിലാണ് ആദ്യം അദ്ദേഹം യാത്ര ചെയ്യുന്നത് കാണാം. സൂര്യനെ കാണുന്നു, ഇതെൻ്റെ റബ്ബാം, പടച്ചവനാവാം. സൂര്യൻ മായുന്നവൻ എൻ്റെ റബ്ബാവുകയില്ല, എൻ്റെ ഇലാഹാവുകയില്ല. ചന്ദ്രൻ ഇതേപോലെ വരുന്നു, മായുന്നവൻ ഇലാഹാവുകയില്ല. നക്ഷത്രങ്ങളെയും കുറിച്ചും പറയുന്നു. അവർ പറഞ്ഞു മായാത്തവനാണ്, ഇല്ലാതാവാത്തവനാണ്, നിലനിൽക്കുന്നവനാവണം എൻ്റെ ഇലാഹ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു രംഗം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയും, സ്വന്തം ബാപ്പയോടും അതിൻ്റെ നാട്ടുകാരോടും പറയുന്നു, മൂക്കിൽ ഒരു ഈച്ച വന്നിരുന്നിട്ട് ഒന്ന് ഓടിച്ചു പോലും കളയാൻ പറ്റാത്ത വിഗ്രഹങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നു. മറ്റു ചില സന്ദർഭം നമുക്ക് ഖുർആൻ തന്നെ പല ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. എല്ലാ വിഗ്രഹങ്ങളെയൊക്കെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് വലിയ വിഗ്രഹത്തിൻ്റെ തലയിൽ മഴു വെച്ച് കൊടുത്ത് നാട്ടുകാർ പിടികൂടി കൊണ്ടുവരുമ്പോൾ ആ വലിയവനോട് ചോദിക്കൂ എന്ന് പറയുന്ന സീനും പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെതായിട്ട് പറയുന്നുണ്ട്. അതും കൂടാതെ അള്ളാഹുവുമായി തർക്കിച്ച പ്രവാചകൻ എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മാത്രമാണ്. കലീമുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കലീമുള്ള അള്ളാഹുമായി സംസാരിച്ച ആളെന്ന് പറയുന്നുണ്ട്. പക്ഷേ തർക്കിച്ച ഹാജ എന്ന് പറയുന്ന തർക്കിച്ച ആൾ എന്ന നിലയിൽ പരാമർശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വന്ന മലക്കുകൾ ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണല്ലോ കാണുന്നത്. ആ ഒരു വർത്തമാനം പറയുകയും ഇസാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തോഷ വർത്തമാനമൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ കസിനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാനാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം പറയും അള്ളാഹുവിനോട് തർക്കിക്കുന്ന, അങ്ങനെ വേണോ എന്ന് ചോദിക്കുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതായത് സ്വന്തം റബ്ബിനോട് തൻ്റെ കീഴിലല്ലാത്ത തൻ്റെ സഹോദരപുത്രൻ്റെ കീഴിലുള്ള കൗമിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുപോലെ അതുമാത്രമല്ല അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ എനിക്ക് ഈ അള്ളാഹു പറയുന്നുണ്ടല്ലോ പുനർസൃഷ്ടിക്കാൻ കഴിയുമെന്നും എനിക്കൊന്ന് കാണണം. അപ്പോൾ അള്ളാഹ് ചോദിക്കുന്നത് എനിക്ക് എന്നിൽ വിശ്വാസമില്ലേ? അല്ല, വിശ്വാസമൊക്കെ ഉണ്ട്, എൻ്റെ ഹൃദയത്തിനൊരു ശാന്തത ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. യത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിനൊരു ശാന്തത ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് 2 കിളികളെ കൊണ്ടുവരാനും മുറിച്ച് 4 ഭാഗത്ത് വെക്കുവാനും വിളിക്കുവാൻ പറയുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു സീൻ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് കാണാം. അത് അള്ളാഹുവിനോട് വിശ്വാസം ഉറപ്പിക്കാൻ ഒരു പ്രവാചകൻ, നമ്മൾ സാധാരണ മനുഷ്യന്മാർ അനുയായികൾ ഒരുപാട് സംശയങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരുന്നു. പക്ഷേ ഒരു പ്രവാചകൻ തന്നെ, ഒരു റസൂൽ തന്നെ അള്ളാഹുവിനോട് എൻ്റെ ഈമാൻ ഒന്ന് ഉറപ്പിക്കുവാൻ എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിൻ്റെ തന്നെ ഹവാരികൾ ആകാശത്തുനിന്ന് മായിദ ഇറക്കി തരുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നത് ഹൃദയത്തിനൊരു ശാന്തത ലഭിക്കാനാണ്. പക്ഷേ അത് അനുയായികളാണെന്ന് പറയുക. പക്ഷേ ഒരു പ്രവാചകൻ, ഒരു റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. റിസാലത്ത് കിട്ടിയ ആളാണ് റസൂൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം റസൂലാണ്. നമ്മളെപ്പോഴും സുഹഫ് ഇബ്രാഹിം ഇപ്പോൾ മൂസ, നമ്മൾ സാധാരണ എണ്ണുന്ന 4 വേദഗ്രന്ഥങ്ങളെന്നാണ്. അത് തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. പക്ഷേ ഖുർആൻ തന്നെയും
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഏടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുക, സുഹഫ് ഇബ്രാഹിം വ മൂസ, ഏടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു റസൂലായ റിസാലത്ത് സന്ദേശം കിട്ടിയ ഒരു നബിയാണ് ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്നെയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നത്. അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെയാണ് നമ്രൂദിനോട്, അന്നത്തെ ഭരണാധികാരിയായ നമ്രൂദിൻ്റെ മുന്നിൽ ജാരണത്തടവുകാരനായി മുമ്പിൽ വരികയും ആ വിഗ്രഹങ്ങൾ തകർത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുകയും ഒരു ആശയസംവാദം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നമ്രൂദിനോട് ചോദിക്കുന്നുണ്ട്, നീ പറയുന്നുണ്ടല്ലോ നിൻ്റെ റബ്ബിനെ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ പറ്റും, അതെനിക്കും പറ്റും എന്ന് പറഞ്ഞ് രണ്ടുപേരെ വിളിച്ച് ഒരാളെ വെറുതെ വിടുകയും മറ്റൊരാളെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, എനിക്കും കൊല്ലാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്ത ചോദ്യം ചോദിക്കുന്നു, എന്നാൽ എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുന്ന് ഉദിപ്പിക്കുന്നു, നീ അത് പടിഞ്ഞാറുന്ന് ഉദിപ്പിച്ച് കാണിച്ചു തരും എന്ന് ഖുർആൻ പരാമർശിക്കുന്ന സംഭവമാണ്. ഫബുഹിതല്ലദീ കഫർ, അപ്പോൾ കാഫറായവനെ നാണം കെട്ട് മോം കുനിപ്പിച്ചു എന്ന രീതിയിലാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അതായത് വളരെ തീക്ഷ്ണമായ തീരുമാനങ്ങൾ എടുക്കുന്ന, വളരെ യുക്തിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്ന ആളെന്ന നിലയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വക്കാൻ ഉമ്മത്തൻ എന്ന രീതിയിൽ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, ഒരു ഒറ്റയാൾ പ്രസ്ഥാനമായിരുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഓർമ്മകളിലേക്കാണ് നമ്മുടെ ഈ ഹജ്ജ് മുഴുവൻ പോകുന്നത്. അദ്ദേഹം തന്നെ സൂറത്ത് ഇബ്രാഹിമിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പടച്ചവനെ, ഞാൻ എൻ്റെ കുടുംബത്തെ ഇവിടെ വിട്ടു തന്നെ പോവുകയാണ്, നീ അവരെ നോക്കണമേ. അതിൻ്റെ കൂടെ തന്നെ എല്ലാ നാടുകളിൽ നിന്നും കൂട്ടം കൂട്ടമായി ഇങ്ങോട്ട് നിൻ്റെ ബൈത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആൾക്കാർ വരുത്തണമേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രാർത്ഥന സാഫാത്തിലും ഇബ്രാഹിമിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളായിക്കൊണ്ട് തന്നെ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ ഹജ്ജിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇബ്രാഹിം നബിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹജ്ജിൻ്റെ ഒട്ടുമിക്ക അതിൻ്റെ റിച്വൽസും ആചാരാനുഷ്ഠാനങ്ങളും ഹാജറ ബീവിയിലേക്കാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജിൻ്റെ സുപ്രധാന ആചാരാനുഷ്ഠാനങ്ങൾ ഹാജറയിലേക്കാണ് കണക്റ്റ് ചെയ്യുന്നത്. സംസമിൻ്റെ കഥ നമുക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സായി ബൈന സഫ വൽ മർവ, സഫയിലെയും മർവയിലെയും ഇടയ്ക്കുള്ള ഓട്ടം, അത് ഹാജറയുടെ ഓട്ടത്തെയാണ് പരാമർശിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നായ ഒരു ചിഹ്നം ഹജ്ജ് എന്നത് ഒരു സ്ത്രീയുടെ ഓർമ്മയിലേക്ക് അടിമയായി ലഭിച്ച, ദാസിയായി ലഭിച്ച ഒരു സ്ത്രീയാണ് ഹാജറ. സാറ ബീവിക്ക് ലഭിച്ച ഹാജറ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സമ്മാനമായി അവർ തന്നെ കൊടുക്കുകയാണ്. ആ ഹാജറയിലാണല്ലോ ആദ്യത്തെ റസൂൽ, അതായത് ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഉണ്ടാകുന്നത്. ആ ഹാജറയുടെ ഓട്ടത്തിലേക്കാണ് ഇത് പോകുന്നത്. ആ ഹാജറയുടെ പുത്രനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മയാണ് ബലിയുടെ ഓർമ്മ. നമ്മളിവിടെയൊക്കെയും കാശും കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇറക്കുന്ന, അതേസമയം തന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി അന്ന് മുതൽ ഇന്ന് വരെയും, ജാഹിലി കാലം മുതൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷവും ഇന്ന് വരെയും നമ്മൾ അറുക്കുന്ന എല്ലാ അറുക്കിലും എല്ലാ അറവിലും ബലിയിലും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മയിലേക്കാണല്ലോ കണക്റ്റ് ചെയ്യുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ടല്ലോ ആ സംഭവം. പ്രവാചകന്മാരുടെ സ്വപ്നം നമ്മളുടെ സ്വപ്നം പോലല്ല. നമ്മുടെ അഖീദയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് പ്രവാചകന്മാരുടെ സ്വപ്നം, അത് സത്യമാണ്, അള്ളാഹ് കാണിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൽ കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിൽ വരികയും അദ്ദേഹത്തോട് പറയുന്നു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, നിന്നെ അറുക്കണമെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫഫൽ മാതുമാർ, അള്ളാഹു എന്താണോ താങ്കളോട് കൽപ്പിച്ച അതേ രീതിയിൽ ചെയ്തോ, നിനക്കെന്നെ സ്വാബരീയങ്ങളായി അനുസരിക്കുന്നവനായി കാണാൻ പറ്റുമെന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതായത് എത്രത്തോളം ഒരു കുഞ്ഞു ബാലൻ തൻ്റെ പിതാവിനെ അനുസരിക്കുന്ന തരത്തിലേക്ക് എത്രത്തോളം തർബിയത്ത് അദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണ് അതിൻ്റെ ഒരു ആശയം. തന്നെ വധിക്കുവാൻ കത്തിയെടുക്കുന്ന പിതാവിൻ്റെ മുമ്പിൽ കഴുത്ത് വെച്ച് കൊടുക്കാൻ ഒരു കുട്ടി തയ്യാറാവുക, അത് പടച്ചവൻ കൽപ്പിച്ചതുകൊണ്ടല്ലേ, എന്നാൽ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന ഒരു ഓർമ്മ, അതെന്തുകൊണ്ടാണ്? അത് പിതാവും ഹാജറ എന്ന് പറയുന്ന ആ ഉമ്മയും കൊടുത്ത തർബിയത്തിൻ്റെയും തസ്കിയത്തിൻ്റെയും ഭാഗമായതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഈ കുട്ടിയെ അറുത്ത് കൊടുക്കാൻ മുന്നോട്ട് വെച്ച് ഒരുക്കി കൊടുക്കണമെങ്കിൽ ആ ഉമ്മയും കൂടി തയ്യാറാവേണ്ടതല്ലേ. ഹാജറയുടെ തർബിയത്ത് നമുക്ക് പരിശുദ്ധ ഖുർആൻ ഹദീസുകളിൽ പരാമർശിക്കുന്നത് കാണുവാൻ കഴിയും. ദഅവത്തിന് വേണ്ടി ഫലസ്തീൻ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതേപോലെ ചോദിക്കുന്നുണ്ട്,
ഖുർആൻ തന്നെ എടുത്ത് പറഞ്ഞു വരാം, ഞങ്ങളെയും എന്നെയും മക്കളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് യെസ് എന്ന് പറയുമ്പോൾ, അത് അള്ളാഹ് പറഞ്ഞിട്ടാണോ? അതെ എന്ന് പറയുമ്പോൾ, ഇദൻ ലാ യുദീഉന അല്ലാഹ്, എന്നാൽ പിന്നെ അള്ളാഹു ഞങ്ങളെ ഒന്നും വെറുതെ പാഴാക്കി കളയുകയില്ല, അള്ളാഹ് നമ്മളെ സംരക്ഷിക്കുമെന്ന് ഹാജറ ബീവി മറുപടി പറയുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാം. ഏത് അള്ളാഹു പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ് എന്ന് പറയുന്ന ആ തർബീയത്തിലേക്ക് ഹാജറ എത്തിയതിൻ്റെ ഭാഗവും കൂടിയിട്ടാണ് നമ്മുടെ ഹജ്ജിൽ അവരുടെ മുഴുവൻ നിമിഷങ്ങളും നമ്മൾ ഓർക്കുന്നത്. പിന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മയും കൂടിയിട്ടാണല്ലോ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളും പരാമർശിക്കുന്നുണ്ട്. അത് വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോട് സക്കാത്തും നമസ്കാരവും നിർവഹിക്കണമെന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഖുർആൻ പരാമർശിക്കുന്നത് കാണാം. അതായത് ഒരു പ്രവാചകനിലേക്കുള്ള വളർച്ചയിൽ പ്രധാന ഭാഗം അവരുടെ മാതാപിതാക്കളുടെ തർബിയത്തും തസ്കിയത്തുമാണ്. അത് ചെറുപ്പത്തിൽ തന്നെ ലഭിച്ച ഒരു കുട്ടി, ആ കുട്ടിയുടെ ഓർമ്മ കൂടിയിട്ടാണ് ഹജ്ജ്. ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓർമ്മകൾ ഹജ്ജുമായി കണക്ട് ചെയ്യുന്നത്? ഹാജറ ബീവി ആയി മാറുവാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ ജിഹാദാണ് ഹജ്ജ് എന്ന് പറയാൻ കാരണം. കാരണം സ്ത്രീകൾക്ക് ജിഹാദിൽ പങ്കെടുക്കൽ ഫർളല്ല. താല്പര്യ ആരോഗ്യവും ശക്തിയുമുള്ളവർ പങ്കെടുക്കാവുന്നതാണ് എന്നേ ഉള്ളൂ. അപ്പോൾ ചില ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ചോദിച്ചു, കാരണം ഈ ജിഹാദിനൊക്കെ പോകുമ്പോൾ ഒരുപാട് ഷഹീദായാൽ സ്വർഗ്ഗമാണല്ലോ, പുണ്യങ്ങളൊക്കെ ആണുങ്ങൾ കൊണ്ടുപോവാണ്, അപ്പം ഞങ്ങൾക്കെവിടെ എന്ന രീതിയിലൊക്കെ ചില ചോദ്യങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്ത്രീകളുടെ ജിഹാദാണ് ഹജ്ജെന്ന്. കാരണം മുഴുവൻ പുണ്യങ്ങളും ഒരുമിച്ച് ഒരേ സമയം നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഹജ്ജ്. അതിൻ്റെ ആദ്യത്തെ ഓർമ്മ ഹാജറ ബീവിയാണ്. അപ്പോൾ ആ ജിഹാദിൻ്റെ ഒരു വീര്യം നമുക്ക് ഹജ്ജിൽ ഹാജറ ബീവിയുടെ ഓർമ്മയിലൂടെ നമുക്ക് കാണാം. ഒരു പിതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അത് ഇബ്രാഹിം നബിയിലെ ഓർമ്മയിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഒരു പുത്രൻ എന്ന നിലയിൽ എന്തിനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തിനും തയ്യാറെടുക്കുന്ന, എന്തിനും തയ്യാറുള്ള, സമർപ്പണ ബോധമുള്ള ഒരു പുത്രൻ എന്ന നമുക്ക് റോൾ മോഡലായി നമ്മൾക്ക് കാണിക്കുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമാണ്. ഈ ഒരു ഓർമ്മകളാണ്, ഈ ഒരു ചരിത്രമാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഹജ്ജിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചരിത്രബോധത്തിൽ അറബികൾ ഇതേ ആവേശത്തോടു കൂടി തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഖുറൈശികളാണെന്നും അല്ലെങ്കിൽ ഞങ്ങൾ കഅബയുടെ ആൾക്കാരാണെന്നും ഞങ്ങൾ അറേബ്യയിലെ മുതിർന്ന ഗോത്രങ്ങളാണെന്നുമുള്ള ചില ഗോത്രബോധങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ താല്പര്യപ്രകാരമുള്ള ഹജ്ജ് ഉംറ രീതികളായിരുന്നു ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നീക്കം ചെയ്യുന്നതും ഹജ്ജിലൂടെയാണ്. അത് നമുക്കറിയാം, ചരിത്രത്തിൽ അത് അറഫ പ്രസംഗത്തിലാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നീണ്ട പ്രസംഗങ്ങളിലൊന്ന് അറഫ തന്നെ ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഫിഖ്ഹി ചർച്ചകളിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒരൊറ്റ ഹജ്ജേ നിർബന്ധമുള്ളൂ, ബാക്കിയൊക്കെ സുന്നത്താണ് എന്ന് പറഞ്ഞത്. ഒറ്റ ഹജ്ജേ നിർബന്ധമുള്ളൂ. പക്ഷേ മറ്റു ചില ഹദീസുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, 5 വർഷത്തിലൊരിക്കൽ ഹജ്ജ് ചെയ്യുന്നത് നന്നായിരിക്കും, നല്ലതാണ് എന്ന രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. പക്ഷേ എല്ലാ പ്രാവശ്യവും ഹജ്ജ് പോവുകയും ആ തുക മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതൊന്നും ഉപയോഗിക്കാതെ നാടിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഹജ്ജ് എന്ന ലക്ഷ്യം മാത്രം വെച്ച് പോകുന്നവൻ്റെ ഹജ്ജ് സ്വീകാര്യമാവുകയില്ല എന്നും നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഹജ്ജ് ചെയ്യേണ്ടവൻ ആര് എന്ന് നമുക്ക് ഒരു ഫിഖ്ഹിൻ്റെ ചർച്ചകൾ കാണാം. അതിലാദ്യത്തെ നിബന്ധനകളിലൊന്ന്, പ്രധാന നിബന്ധനകളിലൊന്ന്, കഴിവുള്ളവനും സാഹചര്യമുള്ളവനും ചെയ്താൽ മതി. കടം ഉണ്ടാക്കി പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് ചെയ്യേണ്ടതല്ല. അതിൻ്റെ അർത്ഥം ആ സ്വപ്നം വെക്കേണ്ടതില്ല എന്നതല്ല എൻ്റെ അർത്ഥം. ഒരുപാട് ആദ്യമേ തന്നെ കടത്തിൽ മുങ്ങി നിൽക്കുന്നവൻ അവിടുന്ന് കുറേ ലോണൊക്കെ എടുത്ത് ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ഹറാമിലൂടെ ഹജ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കടമെന്ന് പറയുന്നത്. ബാക്കി വെച്ച് മരിക്കുന്നവൻ്റെ, അങ്ങനെയുള്ളവൻ്റെ മയ്യത്ത് നിസ്കാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ മടിച്ച സന്ദർഭങ്ങൾ പോലും നമുക്ക് ഹദീസുകൾ കാണാം. കാരണം ജീവിതത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടാണ് ഹജ്ജ് എന്ന് പറയുന്ന വലിയ കാര്യം ചെയ്യേണ്ടത്.
ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ 2 കാര്യം കഴിവുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നാണ് പഠിപ്പിക്കുന്നത്. ബാക്കി 3 കാര്യങ്ങൾ വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഒന്ന് ഷഹാദത്ത് കലിമയാണ്, നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഈമാൻ അടിയുറപ്പിച്ച് ചെയ്യുന്ന കാര്യമാണ്. 2 നമസ്കാരമാണ്. നമസ്കാരത്തിൽ പോലും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ അവിടെയും ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. നമസ്കാരം രോഗിയാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ കടന്ന് നിസ്കരിക്കാം. യാത്രക്കാരനാണെങ്കിൽ ജമ്മും കസറുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവുകൾ തന്നു. അടിസ്ഥാന സ്തംഭമാണ്, അവിടെയും അല്ലാഹു ഇളവുകൾ തന്നു. പിന്നെ സക്കാത്താണ്, ഉള്ളവൻ കൊടുത്താൽ മതി. സക്കാത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമായിരിക്കെ തന്നെ അത് ഉള്ളവൻ കൊടുത്താൽ മതി എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. നോമ്പിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. നോമ്പിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. ഹജ്ജിൻ്റെ കാര്യമോ ഉള്ളവനും മാത്രം ചെയ്താൽ മതി. ആരോഗ്യമുള്ള ഉള്ളവനും സന്ദർഭങ്ങൾ ഒത്തവനും മാത്രം ചെയ്താൽ മതി. നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങൾ 5 പഠിക്കുകയും അതിൽ വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കണമെന്ന് പറയുന്ന അതേ സമയം തന്നെ ഇസ്ലാം എത്രത്തോളം നമുക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്നതും കൂടി ആലോചിക്കേണ്ട നിമിഷവും കൂടിയിട്ടാണ് ഹജ്ജിൻ്റെ ഓർമ്മകളുടെ നിമിഷം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ അറഫ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് നമ്മളെ പ്രധാനമായും നമ്മളോട് കൽപ്പിച്ചത്? അതിൽ ഒരുപക്ഷേ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രമുഖമായി ലോക ചരിത്രകാരന്മാർ തന്നെ എണ്ണിയ പ്രഭാഷണമാണ് അറഫ പ്രഭാഷണം. അറഫയിൽ നിൽക്കൽ പുണ്യമാണ്. അറഫ നോമ്പിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്യാറുണ്ട്. അറഫയിൽ അവിടെ നിൽക്കുമ്പോൾ നിൽക്കാത്തവർ, അതായത് ഹജ്ജിൽ ഇല്ലാത്തവർ ബാക്കിയുള്ളവർ നോമ്പെടുക്കട്ടെ എന്നതിന് പുണ്യമായി പറയുന്നു. അത് ഹജ്ജ് 9-ാം ദിവസം എന്ന നിലയിൽ നമുക്കത് ഫിക്സ് ചെയ്തു തരുന്നു. നാടിൻ്റെ സമയത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് കൊണ്ടും നമുക്ക് അതിൻ്റെ ചർച്ചയുടെ പുറം അല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാം. അതിൻ്റെ വ്യത്യാസം അനുസരിച്ച് കൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ നോമ്പ് അതിമഹത്തരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ്? കാരണം അറഫ എന്നതിനെക്കുറിച്ച് ഒരിക്കൽ കുറച്ച് യഹൂദന്മാർ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ചില വർത്തമാനം നടത്തി. അതായത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്നൊരു ആയത്തുണ്ടല്ലോ. ആയത്ത് അവതരിച്ച ദിവസം ഞങ്ങൾക്കങ്ങാനുമായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ ദിവസം വലിയ ആഘോഷമായി കൊണ്ടാടുമായിരുന്നു. കാരണം ദീൻ പൂർത്തിയായ ദിവസമാണല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു മറുപടി പറയുന്നത്, അത് ഞങ്ങൾക്കറിയാം ഏത് ദിവസമാണെന്നും എപ്പോഴാണ് സംഭവിച്ചതെന്ന്. അത് അറഫയിലാണ് സംഭവിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രഭാഷണം നടത്തി ഇറങ്ങിയ ആ സാഹചര്യത്തിലാണ് അൽയൗമ അക്മൽതു ലക്കും എന്ന് പറയുന്ന ആയത്ത് തന്നെ അവതരിപ്പിക്കുന്നത്. അതായത് അത്രയും പ്രാധാന്യം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണത്തിനുമുണ്ട്, അറഫ ദിനത്തിനുമുണ്ട്. ആ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഖുർആനിൽ അള്ളാഹു ദീൻ പൂർത്തീകരിച്ചു തന്നു എന്ന് പറയുന്ന ആയത്തിറങ്ങിയ ദിവസവും കൂടിയിട്ടാണ് അറഫ ദിവസം. ആ പ്രാധാന്യത്തോടു കൂടിയിട്ടാവണം നമ്മൾ അറഫ നോമ്പും അനുഷ്ഠിക്കേണ്ടത്. ആ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് റിബ ഹറാമാക്കുന്നത്, കൊലപാതകം, പരസ്പരമുള്ള ഗോത്ര വൈരാഗ്യവും ഹറാമാക്കുന്നു. അതിന് മുമ്പേ ഉണ്ടെങ്കിൽ പോലും ആ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ അറബികൾക്കും അനറബികളെക്കാളും അനറബികൾക്ക് അറബികളെക്കാളും യാതൊരു തരത്തിലുള്ള മേന്മയുമില്ല എന്ന്, കളറിൻ്റെ പേരിൽ ഒരു മേന്മയും ഒരു മനുഷ്യനുമില്ല, തഖ്വയും തൗഹീദും മാത്രമാണ് മേന്മയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് കറുത്തവനും വെളുത്തവനോ വെളുത്തവന് കറുത്തവനോ അങ്ങനെ നിറത്തിൻ്റെ പേരിൽ യാതൊരു മേന്മയുമില്ല, പ്രദേശത്തിൻ്റെ പേരിൽ യാതൊരു മേന്മയില്ല. എന്തുകൊണ്ടാണത് പറയണത്? അത് കഅബയിൽ നിന്നുകൊണ്ടാണ് പറയണത്. ഏത് കഅബ? ഖുറൈശികൾ തങ്ങളുടേതാണ് എന്ന് കരുതി നൂറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്ന കഅബ. ഈ കഅബയുള്ളത് കൊണ്ട് മാത്രം ഞങ്ങളുടെ ഗോത്രത്തിന് കുറച്ച് മഹിമയുണ്ട് എന്ന് സ്വയം വാദിക്കുന്ന ആ നാടിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു ഗോത്രത്തിനും മറ്റൊരു ഗോത്രത്തിൻ്റെ മേൽ, ഒരു അറബി വിഭാഗത്തിനും മറ്റൊരു അനറബി വിഭാഗത്തിനോ തിരിച്ചോ യാതൊരു തരത്തിലുള്ള മേന്മയുമില്ല എന്ന് പറഞ്ഞത്. കറുത്തവൻ അധികവും അടിമകളായിരിക്കുന്ന ഒരു സാഹചര്യവും അന്നും ഉണ്ടായിരുന്നു. അവരെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ആ തരത്തിലുള്ള മേന്മയും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആലോചിച്ച് നോക്കുക, ആ ഒരു ഓർമ്മയാണ് മലിക് ഷഹബാസ് എന്ന് പിന്നീട് വിളിച്ച മാൽക്കം എക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അറേബ്യൻ ആഫ്രോ അമേരിക്കൻ പോരാട്ട മുഖത്തുണ്ടായിരുന്ന മാൽക്കം എക്സ് എന്ന് പറയുന്ന ഒരാൾ,
പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന 1950കളുടെ ഒരു പശ്ചാത്തലത്തിലുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഇന്ന് നമ്മൾ കരുതുന്ന ഇസ്ലാമിൻ്റെ ആശയ പരിസരത്തിൽ നിന്നുണ്ടായുള്ള ഇസ്ലാമിലായിരുന്നില്ല. നാഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന അന്നൊരു സംഘടന ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, പക്ഷെ ഇന്ന് വേറെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ സംഘടനയുടെ പ്രധാന ആശയമെന്ന് പറയുന്നത് ബ്ലാക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു. കറുത്ത ഇസ്ലാം, വെളുപ്പും പൂച്ചക്കണ്ണും ഷെയ്ത്താൻ്റെ നിറങ്ങളാണ് എന്ന് കരുതിയിരുന്ന ആൾക്കാരായിരുന്നു അവർ. കാരണം വെളുത്ത വർഗ്ഗക്കാരുടെ അടിമ വ്യവസ്ഥയിൽ ദേഷ്യം പൂണ്ട, പ്രതിഷേധം പൂണ്ട് ഉണ്ടാക്കിയ ചില മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയായിരുന്നു നാഷൻ ഓഫ് ഇസ്ലാം. അതിൽ പ്രധാനമായി അവർ പറഞ്ഞത് ഈ പൂച്ചക്കണ്ണ് അത് ഷെയ്ത്താൻ്റെ കണ്ണാണ്, വൈറ്റ് ഷെയ്ത്താൻ്റെതാണ്. കാരണം അപ്പോൾ തന്നെ അമേരിക്കൻ ഭാഗങ്ങളിലൊക്കെ വൈറ്റ് ചർച്ചുകളുമുണ്ട്, ബ്ലാക്ക് ചർച്ചുകളുമുണ്ട്. ക്രിസ്ത്യൻസ് വിഭാഗത്തിൻ്റെ ഇടയിൽ വൈറ്റ് ആയ ഒരു മനുഷ്യന് ബ്ലാക്ക് ചർച്ചിലേക്ക് പോവില്ല. ബ്ലാക്ക് ചർച്ചിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും വൈറ്റ് ചർച്ചുകൾക്ക് പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. അവർ പൊതുസ്ഥലങ്ങളിലും ഹോട്ടലുകളിലും എഴുതി വെക്കണം, ബ്ലാക്സ് ആൻഡ് ഡോഗ്സ് ആർ നോട്ട് അലൗഡ്, ബ്ലാക്സും നായ്ക്കും അലൗഡല്ല എന്ന് എഴുതി വച്ചിരുന്നു. ആ കാലത്താണ് ഇദ്ദേഹം ഈ ഭാഗത്തിൻ്റെ ഇടയിൽ ഇസ്ലാം സ്വീകരിക്കുകയും അതിൻ്റെ പ്രധാന വക്താവായി മാറുകയും ചെയ്യുന്നത്. അങ്ങനെ 1950 ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യുവാനൊരു അനുവാദം കിട്ടി. CIA-യുടെയും FBI-യുടെയൊക്കെ നോട്ടപ്പുള്ളിയും കൂടാണ് അദ്ദേഹം. കാരണം ഇദ്ദേഹം പ്രധാന പ്രഭാഷകനായും അവരുടെ മിനിസ്റ്ററായി മാറി, അവരുടെ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ അദ്ദേഹം മാറിയിരുന്നു. അതുകൊണ്ട് നോട്ടപ്പുള്ളിയായിരുന്നു. ഇദ്ദേഹം ഹജ്ജ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകെയും CIA, FBI ടീമും പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്, അലക്സ് ഹാലി എഴുതിയ ഇദ്ദേഹത്തിൻ്റെ മാൽക്കം എക്സ് എന്ന് പറയുന്ന ആത്മകഥ, മലയാളത്തിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം അത് പൂർണ്ണമായും വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പോകുന്ന എല്ലാ നാടുകളിലും പുറകെയും അമേരിക്കൻ ഏജൻറ്റുമാരുണ്ടായിരുന്നു. അദ്ദേഹം കഅബയിലെത്തിയിട്ട് കാണുന്നത് എന്താണ്? ഇസ്ലാം എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ല, ഇസ്ലാം എന്ന് പറയുന്നത് ബഹുവർണ്ണമാണ്. കറുപ്പും വെളുപ്പും മഞ്ഞയും റെഡിഷും എല്ലാ നിറവും ഉള്ളതാണ് ഇസ്ലാം. അതാണ് മുസ്ലിം എന്ന് തിരിച്ചറിയുകയും അദ്ദേഹം അമേരിക്കയിൽ തിരിച്ചെത്തി അദ്ദേഹം ബന്ധപ്പെട്ട സംഘടനയുമായി മുഴുവൻ ബന്ധവും വലിച്ചെറിയുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വധത്തിലേക്ക് അത് നയിക്കപ്പെട്ടു എന്ന ചില ആരോപണങ്ങളുമുണ്ട്. എന്ന് വെച്ച് ഞാൻ പറഞ്ഞു വന്നത്, ആൾക്കാരുടെ വീക്ഷണഗതിയിൽ പോലും ഹജ്ജ് എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്. ഇന്നും ഹജ്ജ് ദഅവത്തിൻ്റെ പ്രധാന മേഖലയും കൂടിയിട്ടാണ്. ഹജ്ജിനെ മാത്രം കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ ആ ഒരു ഒരുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിരുന്നു, ഹജ്ജിൻ്റെ ഇടയിൽ പാമരനെന്നും ധനികനും യാതൊരു വ്യത്യാസവുമില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ ഒരു ധനികനായ ഒരു മനുഷ്യൻ, ഒരു അധികാരിയായ ഒരു മനുഷ്യൻ തവാഫ് ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ അയാളുടെ ഡ്രസ്സിൽ ചവിട്ടി അയാളുമായി വഴക്ക് പറയുകയും ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ വിളിച്ച് ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും അയാൾ അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരാൾക്കും കഅബയ്ക്കുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായ വർത്തമാനം പറയാൻ പാടില്ല. കാരണം ഹജ്ജിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകം പറഞ്ഞ നിയമം എന്താണ്? അവിടെ തെറിവ് ഉപയോഗിക്കാൻ പാടില്ല. ഹലാലായ പല കാര്യങ്ങളും ഹറാമായ വേളയും കൂടിയിട്ടാണ് ഹജ്ജിൻ്റെ നിയമങ്ങൾ. ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം പോലും പാടില്ല. മറ്റൊരാളെക്കുറിച്ച് മോശം വർത്തമാനം പറയാൻ പാടില്ല. ചിന്തിക്കാൻ പോലും പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ലാ തുഹില്ലു എന്ന രീതിയിൽ അനാദരവ് പോലും പാടില്ല എന്ന് പറയുന്നത് കാണാം. മറ്റൊരാളെ അനാദരവെന്ന് പറഞ്ഞാൽ അത് ചിന്തയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ആശയവുമായി ബന്ധപ്പെട്ടതാണ്. അത്രത്തോളം സൂക്ഷ്മമായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ തരത്തിൽ ഹജ്ജ് ചെയ്തവൻ തിരിച്ചു വരുമ്പോൾ അപ്പോൾ ജനിച്ച കുഞ്ഞിനെ പോലെയാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ പ്രഭാഷണം, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളെ ആദരിക്കലും ബഹുമാനിക്കലും അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വർത്തമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിലെ അറഫ പ്രസംഗത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഈ രണ്ട് ചരിത്രങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ചെലുത്തുന്ന പ്രസക്തി? ഹജ്ജിന് പോയി തിരിച്ചു വരുന്നവർ വീണ്ടും പഴയകാല ക്രിമിനലാവാൻ നല്ല സാധ്യതകളുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് ഈ ക്യാഷ് മുടക്കി, ഈ സമയം മുടക്കി അവിടെ പോകുന്നത്? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഹജ്ജ് എന്ത് പ്രതിഫലമാണ് ചെലുത്തിയത്? തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഇഹ്റാം അഴിച്ച് വീട്ടിലെത്തിയ ഉടനെ ഭാര്യയുമായി ചൂടാവുന്നവൻ,
സ്വന്തം തൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത ഭാര്യയെ തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ അപ്പം കണ്ടൊരു വിഷയത്തിൽ ചൂടാവുന്നവൻ്റെ ഹജ്ജ് എവിടെ വെച്ചായിരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? ഭാര്യയ്ക്കും കുടുംബത്തിലെ സ്ത്രീകൾക്കും കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കാത്തവൻ എത്ര വലിയ ഹാജിയാരാണെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് ഹാജിയാരാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുക്കുകയും ഭക്ഷണപാനങ്ങൾ ഉപേക്ഷിക്കുകയും എന്നാൽ വാ തുറന്നാൽ കള്ളവും വേണ്ടാത്ത വർത്തമാനം പറയുന്നവൻ്റെ നോമ്പ് എനിക്ക് വേണ്ട എന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെയാണ് ഹജ്ജിൻ്റെയും അവസ്ഥ. തിരിച്ചു വന്നിട്ട് പലിശ ഇടപാടുകൾ നടത്തുന്നവൻ അവൻ ഹാജിയാരാവുകയില്ല. തിരിച്ചു വന്നിട്ട് കുടുംബത്തിലെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവൻ അവൻ ഹാജിയാരാവുകയില്ല. തിരിച്ചു വന്നിട്ട് തൻ്റെ കൂടെയുള്ള ജോലി ചെയ്യുന്നവൻ, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവനെ തൻ്റെ സ്റ്റാറ്റസ്, ഞാൻ ഹാജിയാരായതുകൊണ്ട് ഇപ്പോൾ സമൂഹത്തിൽ സ്റ്റാറ്റസും കൂടിയായി മാറിയ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി എൻ്റെ അതിർവരമ്പുകൾ നമ്മൾ തന്നെ വന്നതിന് ശേഷം നമ്മൾ അതിർവരമ്പുകൾ നിർണ്ണയിക്കും സ്വയം തന്നെ. ഞാൻ ഹാജിയാരായി, ഇനി എന്നെ അങ്ങനെ നിങ്ങൾ കാണണം എന്ന തരത്തിലേക്ക് ആ ഒരു പട്ടം എന്ന രീതിയിലേക്ക് പോലും അത് മാറി. ഒരു പട്ടാഭിഷേകം, ഹജ്ജ് ചെയ്ത് വന്നവനെ നാട്ടുകാർ ആദരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഹാജി ഉംറ ചെയ്യുന്നവരും ഹജ്ജ് ചെയ്യുന്നവരും എൻ്റെ അതിഥികളാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഒരുപാട് ഹദീസുകളുണ്ട്. അതൊക്കെ ഉണ്ട്. അതേ സമയം തന്നെ പക്ഷേ ഹാജിയാരെ ഞാൻ എങ്ങനെയാണ് ഇവരെ കാണുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യം. നമ്മൾ ഹാജിയാരെ റെസ്പെക്റ്റ് ചെയ്യുമെങ്കിലും ഹജ്ജ് ചെയ്യുന്നവൻ തൻ്റെ കൂടെയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇല്ല എങ്കിൽ അവൻ്റെ ഹജ്ജ് ബാത്തിലായി മാറുന്നു എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഹജ്ജ് എന്നതിലെ ഓരോ ആക്ഷനും നമ്മൾ എടുത്തു നോക്കുക. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ലാത്ത, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ആക്ഷൻസാണ് ഹജ്ജിലെ ഓരോ നിമിഷവും. നമ്മൾ തവാഫ് ചെയ്യുന്നു. എന്തിനാണ് തവാഫ് ചെയ്യുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് നമ്മൾ ആ തവാഫ്. അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ? നമ്മൾ കല്ലെറിയുന്നു. അവിടെ പോയിട്ട് കല്ലെറിയേണ്ട ആവശ്യമുണ്ട്? വീട്ടിൽ നിന്നാലും കല്ലെറിഞ്ഞാൽ പിശാചിനെ ഓടിക്കാൻ പറ്റൂലേ? ജംറയിലെ കല്ലെറിയലിനെ കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. സഫാ മർവയിലോട്ട് ഏതോ നൂറ്റാണ്ടിൽ ഒരു സ്ത്രീ ഓടി എന്നതിൻ്റെ പേരിൽ നമ്മളെന്തുകൊണ്ട് ഓടണം? ഞാൻ പറഞ്ഞത്, നമ്മൾ ആലോചിച്ചാൽ മനുഷ്യൻ്റെ സാധാരണ ഒരു സെക്യുലർ ആ ഒരു ചിന്തയിൽ വെച്ചൊക്കെ ആലോചിക്കുകയാണെങ്കിൽ, സംശയമുള്ള ഈമാനിൻ്റെ ഉടമ ആലോചിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരു യുക്തിയുമില്ല എന്നൊരു തരത്തിലേക്ക് ആ ഉത്തരവായിരിക്കും നമ്മൾ കണ്ടെത്തുക. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഹജ്ജിൻ്റെ ഈ ചടങ്ങുകൾ പിൻപറ്റുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുക. ആലോചിച്ച് നോക്കുമ്പോൾ നമസ്കാരം കുറച്ച് നേരം നിൽക്കുക, റുക്കു ചെയ്യുക, സുജൂദ് ചെയ്യുക, വീണ്ടും നിൽക്കുക. നമ്മളുടെ ഓരോ റിച്വൽസിനെയും ആചാരാനുഷ്ഠാനങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നത്? നബി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനയാൽ അത് അനുസരിക്കുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം. ആ അനുസരണമാണ്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റാണ്, നമ്മുടെ ലോയാലിറ്റിയാണ് ഹജ്ജിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ടാണ് നമ്മൾ ഹാജിമാർ ഇവിടുന്ന് ഇഹ്റാം കെട്ടിയ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, പടച്ചോനെ നിൻ്റെ വിളിക്ക് നാം ഉത്തരം നൽകി എന്ന് പറയുന്ന മന്ത്രം മാത്രം ഉരുവിടുന്നത്. ഞാൻ മുശ്രിക്കല്ല, ഞാൻ മുസ്ലിമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, യാ ഇബ്രാഹിം ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അപ്പോൾ പറയുന്നു ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു എന്താ പറഞ്ഞത്? മുസ്ലിം ആവ്. മുസ്ലിം എന്ന പദത്തിൻ്റെ ആശയം എന്താണ്? ഇസ്ലാം സ്വീകരിച്ചവൻ ഇസ്ലാം മതവിശ്വാസി എന്നല്ല അതിൻ്റെ പദാർത്ഥം. സറണ്ടർ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം, കീഴടങ്ങിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് എന്താ പറയണത്? അസ്ലിം, കീഴടങ്ങ് എന്നാണ് പറയണത്. അതാണ് ഓരോ മുസ്ലിമും, അതാവണം ഓരോ മുസ്ലിമും. അതുകൊണ്ടാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് ഖുർആൻ പ്രത്യേകം തന്നെ എടുത്തു പറയാൻ കാരണം. അതാണ് നമ്മളുടെ സമർപ്പണവും നമ്മളുടെ ഒരു ലോയാലിറ്റിയും കമ്മിറ്റ്മെൻറ്റുമാണ്
ഹജ്ജിലൂടെ അള്ളാഹു സുബ്ഹാനഹു നമ്മെ പഠിപ്പിക്കുന്നത്. തയ്യാറാണോ? നിങ്ങളുടെ സമ്പത്ത് എനിക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വേറൊരു ഉപകാരവും അതിനില്ല. ചിലപ്പോൾ നമുക്കറിയാം, സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അത് എന്തുണ്ട്, ഖുർആൻ തന്നെ പറയുന്നു, നമ്മുടെ സാമ്പത്തിക രംഗത്തെ ശുദ്ധീകരണം നടക്കും. നമുക്ക് തന്നെ ഒരു ഓഡിറ്റിങ് നടത്താം. നമ്മുടെ ഒരു ഭൗതികമായിട്ടുള്ളൊരു ഉപയോഗമാണ്. സക്കാത്താകുമ്പോൾ എൻ്റെ ഒരു മാസത്തിൽ ഒരു വർഷത്തിൽ എത്രത്തോളം കളക്ഷൻ ഉണ്ടാവും എന്നൊക്കെ ഒരു ഓഡിറ്റിങ് നടത്താനുള്ള ചില ഉപകാരങ്ങളൊക്കെ നമുക്ക് വരും. നമസ്കരിക്കുകയാണെങ്കിലോ ജീവിതത്തിൽ കുറേ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കാം, ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കാം നമസ്കരിക്കുമ്പോഴും. നോമ്പിൻ്റെ ചില ഡേറ്റിംഗ് പരിപാടികളൊക്കെ നോമ്പിൽ നടത്താം. ഹജ്ജിൽ എന്താ ഉള്ളത്? ഹജ്ജിൽ നമ്മുടെ ക്യാഷും സമയവും നമ്മുടെ ആരോഗ്യവും ആലോചിച്ചാൽ നഷ്ടപ്പെടുന്നതെന്നല്ലാതെ ഭൗതികമായ വേറെന്തെങ്കിലും നേട്ടം ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു വന്നത്, ഹജ്ജിൻ്റെ പുറകിലുള്ള യുക്തികളെ അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ എത്രത്തോളം മുസ്ലിമായി മാറുന്നു എന്നതാവണം നമ്മൾ ആലോചിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തന്നെ സംഭവത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, വലാ തമൂത്തുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്നെയാണ് പറഞ്ഞതായി ഖുർആൻ പരാമർശിക്കുന്നത്. നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉദ്ദേശിക്കുന്ന മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഖൗമിൻ്റെ മെമ്പറായി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു മെമ്പർ എന്ന നിലയിലല്ല നമ്മൾ മരിക്കേണ്ടത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞ മുസ്ലിം എന്ന നിലയിലായിരിക്കണം നമ്മൾ മരിക്കേണ്ടത്. നമ്മൾ മരിക്കുന്ന നിമിഷവും ആ മുസ്ലിമായി കൊണ്ടാവണം മരിക്കേണ്ടത്. അപ്പോൾ ഹജ്ജിൻ്റെ ഓർമ്മ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മയാണ്, അദ്ദേഹത്തിൻ്റെ മില്ലത്തിൻ്റെ ഓർമ്മയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഓർമ്മയാണ്. മറ്റു ചില കാര്യങ്ങളും കൂടി ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബം എങ്ങനെ ആവണം എന്നതും കൂടി ഹജ്ജിൻ്റെ ചില ഓർമ്മകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നിച്ചാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ, ആ കുടുംബം ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നതായി ഖുർആൻ പഠിപ്പിക്കുന്നത്. അതായത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായി, ഇസ്ലാമിന് വേണ്ടി തൻ്റെ എല്ലാ താല്പര്യങ്ങളും ഉപേക്ഷിക്കുന്ന കുടുംബമായി, അതിന് തയ്യാറെടുക്കുന്ന കുടുംബമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. പടച്ചവനെ, നീ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്ത് ചെയ്യണം? സ്വലാത്ത് അനുഗ്രഹിക്കണമേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നീ സ്വലാത്ത് ആശംസകളും അനുഗ്രഹിക്കുകയും ചെയ്തതുപോലെ ബാരിക്ക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ എന്നാണ്. ആ പ്രാർത്ഥന ഇങ്ങനെ നബി നമ്മളെ പഠിപ്പിക്കാൻ കാരണം, ആ കുടുംബത്തിന് ആല് ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ കുടുംബം എന്ന് തന്നെ പ്രത്യേകം നബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഹജ്ജിൻ്റെ ഓർമ്മകളിൽ, ഹജ്ജിൻ്റെ നിമിഷങ്ങളിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, ഇബ്രാഹിം നബിയുടെ ആല്, കുടുംബം എന്നതാവണം നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹാജിമാർക്ക് ഇത്രയും പോരിശ പറയുന്നത്. ഹാജിമാർ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും എന്ന് പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അതുകൊണ്ടാണ്. ആ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അറഫ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ പ്രഭാഷണം തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഏറ്റവും വലിയ പ്രഭാഷണവും കൂടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു വസിയത്ത് എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. ഒന്ന് ഖുർആനും മറ്റൊന്ന് എൻ്റെ സുന്നത്തുമാണ്. ഹജ്ജിൻ്റെ ഓർമ്മ ഈ രണ്ട് കാര്യങ്ങളാണ്. ഖുർആനിൽ മുറുകെ പിടിക്കുക എന്നത്, ഫതസിമു ബിഹബ്ലില്ല, അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഖുർആന് മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ അതേപടി സ്വീകരിക്കുക. ഞാൻ എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ പാലിക്കുക, ഞാൻ എന്താണോ വിരോധിച്ചത് അതിൽ നിങ്ങൾ അകന്നു നിൽക്കുക. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഭാഗങ്ങളായി എടുത്ത് പറയുന്നത് കാണാം. ആ പ്രഭാഷണത്തിലും ആ ഒരു സാരാംശങ്ങളുള്ളതാണ്. അപ്പോൾ ഹജ്ജിൻ്റെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ആചാരാനുഷ്ഠാനം നിർവഹിച്ചു എന്നതിനേക്കാളും അപ്പുറം നമ്മളോട് നിങ്ങൾ മുസ്ലിം ആവാൻ റെഡിയാണോ എന്നൊരു ചോദ്യമാണ് ഹജ്ജ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ പോലെ മാറ്റുവാൻ നിങ്ങൾ തയ്യാറാണോ
എന്നൊരു ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മളുടെ സ്വഭാവത്തെയും നമ്മളുടെ സാമൂഹിക ഇടപാടുകളെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പോലെ ധൈര്യത്തോടു കൂടി തീയിൽ കുരുത്ത ഈമാനിൻ്റെ ആളാവുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യവും കൂടി ഹജ്ജിൻ്റെ ഓർമ്മകൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ആ ഇബ്രാഹീമിൻ്റെ പാത പിൻപറ്റുവാൻ, അതാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും പ്രത്യേകം എടുത്തു പറഞ്ഞത്. എൻ്റെ മില്ലത്തെന്നല്ല നബി പഠിപ്പിച്ചത്, ഇബ്രാഹീമിൻ്റെ മില്ലത്ത് എന്നാണ് നബി പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ മില്ലത്ത് പിൻപറ്റുവാൻ നമ്മൾ തയ്യാറാണോ എന്നതും കൂടി ഈ ഹജ്ജിൻ്റെ നിമിഷത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചല്ലോ നമ്മൾ നേരത്തെ ഓതിയ ആയത്തുകളിൽ, അള്ളാഹുവെ നിങ്ങൾക്ക് അവർക്കിടയിൽ ഒരു റസൂലിനെ അയക്കണമേ, ആ റസൂല് അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന റസൂലിനെ അയക്കണമേ, അവരെ സംസ്കരിക്കുന്ന റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിക്മത്താണ് പണ്ഡിതന്മാർ പറയുന്നത് സുന്നത്ത്. നബിയുടെ സുന്നത്തിനെയാണ് ഹിക്മത്തായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഖുർആനാണ് കിതാബ്. നബിയുടെ സുന്നത്തിനെയും നബിയുടെ കിതാബിനെയും പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വായിൽ കൂടി തന്നെ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. ആ ഒരു ഓർമ്മ, ആ ഒരു ബോധം നമ്മൾ നിരന്തരം നിലനിർത്തേണ്ടതുണ്ട്. അപ്പോഴാണ് ഹജ്ജ് ചെയ്യുന്നവർക്കും നമുക്കും ഹജ്ജിൻ്റെ ബോധവും ഹജ്ജിൻ്റെ സന്ദേശവും അതേപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ അത് ചോദ്യചിഹ്നമായി മാത്രം അവശേഷിക്കുമെന്നുള്ളൊരു ഓർമ്മ, ആ ഒരു ജാഗ്രത നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതിൻ്റെ ഇഖ്ലാസോടുകൂടി നിർവഹിക്കുന്ന വിശ്വാസികളാക്കി നമ്മെ മാറ്റട്ടെ. നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോഴും നമ്മൾ ഉംറ ചെയ്യുമ്പോഴും അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ സുന്നത്തിനെയും പിൻപറ്റുന്ന ശരിയായ വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. ഇവർക്കൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ, അവർ പഠിപ്പിച്ച അതേ മാർഗം പിൻപറ്റിക്കൊണ്ട് അവരോടൊപ്പം അവരുടെ അനുയായികൾക്കൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.